ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അവർക്ക് കഴിക്കാൻ തികയില്ല. അതുകൂടാതെ കുറച്ച് മസാല കൂടുതലായിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ അവർക്ക് കഴിക്കുകയും ചെയ്യാം, സ്കൂളിൽ കൊണ്ടുപോകാൻ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് ഞാൻ 1/2 kg ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിനെഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് തൈര് ചേർത്താലും മതി. പിന്നെ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഫെനൽ, നമ്മുടെ പെരിഞ്ജീരകപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ചേർത്തോളണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ കൊള്ളാം. പിന്നെ ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നന്നായിട്ട് അതിലെല്ലാം പിടിച്ച് കിട്ടും, എളുപ്പം വെന്തും കിട്ടും. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഞാനിത് എണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കാരണം അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ്. ഇതൊരു സ്റ്റീൽ പോട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചതാണ്. അപ്പോൾ അതിലേക്കിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം, ഹോട്ട് വാട്ടർ ഒഴിച്ച് വേവിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് ഹോട്ട് വാട്ടർ മതി, നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതല്ലേ. ഈ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ 1/2 കിലോ ചിക്കന് ഞാനൊരു ഏകദേശം മീഡിയം സൈസ് 3 സവാള ചേർത്തു. കുറച്ച് കൂടുതൽ നമ്മളിതൊക്കെ ചേർത്താലേ നല്ല ടേസ്റ്റ് ഉണ്ട്, എന്നാൽ കൂടിപ്പോകാനും പാടില്ല. ചിലർ പറയും കട്ട്ലറ്റ് പൊട്ടിപ്പോയി, വെള്ളം പോലെ ആയിപ്പോയി. അത് പൊട്ടറ്റോ നമ്മൾ ആവിയിൽ വേവിക്കുകയോ അതല്ലെങ്കിൽ മുഴുവനോടെ വേവിച്ച് ഉടയ്ക്കുകയോ ചെയ്യണം. അല്ലാണ്ട് വെള്ളത്തിലിട്ട് നമ്മൾ പീസസ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ ഒലഞ്ഞ് അതങ്ങ് വെള്ളമയം കൂടിപ്പോവും. ഇതിനെ പൊടിയായിട്ട് അരിയണം നമ്മൾ സവാളയൊക്കെ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റാണ് ചേർക്കുന്നത്, അരിഞ്ഞല്ല. അത് ചിലപ്പോൾ കുട്ടിയൊക്കെ അത്രയ്ക്ക് ഇഷ്ടാവില്ല. ഈ കഴിക്കുമ്പോൾ ഇഞ്ചിയൊക്കെ കടിക്കുന്ന കുട്ടിയൊക്കെ അത്രയ്ക്ക് ഇഷ്ടാവില്ല. പൊട്ടറ്റോ ഞാൻ ഇന്ന് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതല്ലെങ്കിൽ മുഴുവനോടെ സ്കിന്നോട് കൂടി നമ്മൾ ചെറിയ ഒരു വെട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് മാഷ് ചെയ്തെടുത്താലും മതി. ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു, അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. ഈ സവാള നന്നായിട്ട് വഴണ്ട് വരണം, അതാണ് ടേസ്റ്റ്. ഇതിൽ വേണമെങ്കിൽ പച്ചമുളക് ആദ്യമേ ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ചില്ലി ഇട്ട് കൊടുത്തു. ഇത് 2 വലിയ ചില്ലിയാണ്. എരിവ് ഇത്രയും വേണ്ടെങ്കിൽ കുറയ്ക്കാം. നമ്മൾ പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ഞാൻ ചേർത്തു. ഇത് എല്ലാ മസാലയും ഇട്ട് നമ്മൾ നന്നായിട്ട് മൂക്കണം, എന്നാലാണ് ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ വെച്ചിരുന്ന പൊട്ടറ്റോ ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ എളുപ്പം വെന്തും കിട്ടും. അകത്ത് വേകാണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലവും വരില്ല. അകത്ത് ചിലപ്പോൾ പൊട്ടറ്റോയുടെ അകത്ത് വേകാണ്ടിരിക്കും. ഇപ്പോൾ നല്ല പൊട്ടറ്റോ അല്ലെങ്കിൽ അകത്ത് വേകാൻ ഇത്തിരി പാടാണ്. പിന്നെ ഞാനിതിൽ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി. ചില്ലി പൗഡർ കൂടുതൽ ചേർക്കാം, അത് ഓരോരുത്തരുടെ വീട്ടിലെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി കൂടുതലും ഗരം മസാല കുറച്ചും ചേർക്കണം, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. ഇതൊന്ന് മൂത്ത് വരുന്നതിന് മുമ്പായിട്ട് കരിഞ്ഞു പോകാണ്ടിരിക്കാനും കൂടുതൽ മസാല അതിൽ നന്നായിട്ട് വഴണ്ട് ചേരാനും ഒരു 2 ടീസ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ഒന്ന് കുഴഞ്ഞു വരാൻ. എന്നിട്ട് പതുക്കെ ചെറിയ തീയിലിട്ട് ആ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് മസാല മൂത്ത് കഴിയുമ്പോൾ കുറച്ച് പെപ്പർ പൗഡർ ചേർക്കാം. ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ച് ഉടച്ച് വെച്ചിരുന്നത് നന്നായിട്ട് പൊടിച്ച് വരണം. നമ്മൾ അരിഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ടും കൂടെ പൊടിച്ച് കൊടുക്കണം, വലിയ പീസായിട്ട് കിടക്കരുത്. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ആദ്യമേ ഉപ്പ് ചേർക്കാം, അതല്ലെങ്കിൽ ചിക്കനിൽ പ്രത്യേകം പൊട്ടറ്റോയിൽ പ്രത്യേകം ചേർക്കാം. അളവ് കൂടിപ്പോകും എന്ന് പേടിയുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇത് വഴറ്റി യോജിപ്പിക്കണം. ചെറിയ തീയിൽ മൂത്ത് വരണം. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും വെള്ളമയം വരില്ല. 1/2 കിലോ ചിക്കന് 1/2 കിലോ പൊട്ടറ്റോ, അതിൽ കൂടുതൽ വരരുത്, കുറഞ്ഞാലും കൂടി പോവരുത്, എന്നാൽ കട്ട്ലറ്റ് അങ്ങ് പൊട്ടിപ്പോവും. ഇത് തണുത്ത ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. വേണമെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരു ചെറിയൊരു പുളിരസം കൊള്ളാം, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം.
പിന്നെ കറിവേപ്പിലയുടെ മണം ഇഷ്ടമുള്ളവർക്ക് അത് അരിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് ഇത് റോൾ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് റൊട്ടിപ്പൊടി വാങ്ങുന്ന റൊട്ടിപ്പൊടിയോ അതല്ലെങ്കിൽ നിങ്ങൾ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടോ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. മുട്ട ഇല്ലെങ്കിൽ നിങ്ങൾ മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കി ലൈറ്റായിട്ട് കലക്കിയിട്ട് അതിൽ മുക്കി വേണമെങ്കിലും റൊട്ടിപ്പൊടി മുക്കി എടുക്കാം. ഇങ്ങനെ വയ്ക്കുന്ന കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് രാവിലെ എളുപ്പം പോകുന്നതിന് മുന്നേ ആയിട്ട് വെളിയിലെടുത്ത് നമ്മൾ എണീറ്റോടൻ അതിനെടുത്ത് വെളിയിൽ വെച്ചാൽ അതിനെ അലിഞ്ഞ് കിട്ടും. വേഗം വറുത്ത് കൊടുത്തു വിടാം. ഒരു രണ്ടെണ്ണം എന്നും എടുത്ത് വറുത്ത് കൊടുക്കാം. അത് നല്ല ഈസിയാണ്. ഇങ്ങനെ റൊട്ടിപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ബട്ടർ പേപ്പറോ ഫോയിലോ വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് വയ്ക്കണം. അതല്ലെങ്കിൽ ഒട്ടിപ്പോവും. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ അത് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇതിനെ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. വെളിച്ചെണ്ണയെക്കാളും കൂടുതൽ സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഇത് കട്ട്ലറ്റ് വറുക്കാൻ. വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടമുള്ളവർക്ക് അതും യൂസ് ചെയ്യാം. പതുക്കെ വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒരു സൈഡ് മൂത്തതിന് ശേഷമേ മറിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ബീഫും ചിക്കനും അത്ര എളുപ്പം അങ്ങനെ ഉടഞ്ഞു പോവില്ല. പക്ഷേ വെജിറ്റബിൾ കട്ട്ലറ്റ് അങ്ങനെയൊക്കെ ഫിഷ് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. സെയിം റെസിപ്പി തന്നെ നമുക്ക് ബീഫ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് സോസോ അതല്ലെങ്കിൽ നമ്മുടെ മയനൈസ് ഗാർലിക് മയനൈസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ മയനൈസിൽ കുറച്ച് ഗാർലിക് ഉരച്ചിട്ടിട്ട് കുറച്ച് മല്ലിയിലയോ അതല്ലെങ്കിൽ പാസ്ലിയോ ഒക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.